ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഫേസ്ബുക്കിൽ എങ്ങനെ റീൽസ് ഇടാം, ആർക്കും ഇടാം. ഇതിനകത്ത് ക്യാമറയുടെ മുന്നിൽ പോയി ഡാൻസ് കളിക്കുവോ പാട്ട് പാടുവോ ഒന്നും വേണ്ട. അങ്ങനെ മടിയുള്ളവർക്കൊക്കെ കടന്നു വരാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. ഫേസ്ബുക്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വൈറലാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫോട്ടോസോ വീഡിയോസോ എന്ത് കിട്ടാൽ മതി. കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ, അല്ലാത്ത വീഡിയോ ആണ് അല്ലാത്തത്, ട്രാവലിങ്ങിൻ്റെ ആണ് അത് ഒരു വീഡിയോ ആക്കിയിട്ട് എങ്ങനെ അത് റീൽസായിട്ട് ഇടാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്നാ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് എടുക്കുക. ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുന്നുണ്ട്. ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയിട്ട് ഫേസ്ബുക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട്. റീൽസ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. അപ്പോൾ നമ്മൾ റീൽസിൽ ക്ലിക്ക് ചെയ്യുക. റീൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് റീൽസ് എന്ന് പറഞ്ഞാൽ ഞെക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോയോ ഫോട്ടോയോ എന്ത് വേണമെങ്കിലും എടുക്കാം. നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഫോട്ടോയെ നമുക്ക് റീൽസായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോയിൽ നമ്മൾ ഈ കുറേ സിഗ്നൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ സേവ്, സ്റ്റിക്കർ, ടെക്സ്റ്റ്, ഓഡിയോ. അപ്പോൾ ഓഡിയോ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എന്നിട്ട് ആഡ് മ്യൂസിക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു പാട്ട് ആഡ് ചെയ്യാം. വേട്ടയ്യൻ എന്ന സിനിമയിലെ രജനീകാന്തിൻ്റെ ഒരു പാട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സംഭവം സെറ്റായി. അപ്പോൾ അത്രയും ചെയ്താൽ മതി. നമ്മൾ ക്രിയേറ്റ് റീൽസ് എടുക്കുക, ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക. നമ്മൾ സഞ്ജു സാംസണിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തിട്ട് അവിടെ ഓഡിയോ, ടെക്സ്റ്റ്, സ്റ്റിക്കർ, സേവ് എന്ന ഓഡിയോ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ മ്യൂസിക് ആഡ് ചെയ്യുന്നു. ഏത് മ്യൂസിക് നമ്മൾ ആഡ് ചെയ്യാം. നമുക്കൊരു മലയാളം സോങ് ആഡ് ചെയ്ത് കൊടുക്കാം. മലയാളം അടിച്ചു കൊടുക്കുക, സോങ് അടിച്ചു കൊടുക്കുക. മലയാളം സോങ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സഞ്ജു സാംസണിന് വേണ്ടി ഒരു പാട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. സഞ്ജു വാറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ആ പാട്ട് കേട്ടോ. ഓക്കെ, ഡൺ കൊടുത്താൽ മതി. അത് നമ്മൾ സേവ്, നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കുക. സഞ്ജു ബാറ്റിംഗ്, സഞ്ജുവിൻ്റെ ബാറ്റിംഗ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സഞ്ജുവിൻ്റെ ബാറ്റിംഗ്. ഇത്രേ ഉള്ളൂ. ഇത്ര ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീൽസായി എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ എടുക്കുക. കുക്കിങ്ങിന് നമ്മൾ മുഖമൊന്നും കാണിക്കണമെന്നില്ല. കുക്കിങ്ങിൻ്റെ കട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഇറച്ചിക്കറി വെക്കുകയാണെങ്കിൽ ഇറച്ചി കട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ, അതിനകത്ത് മസാല ചേർക്കുന്ന കൈകൊണ്ട് ചേർക്കുന്ന ഭാഗങ്ങളെല്ലാം കാണിച്ചാൽ മതി. എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് നമ്മളിതുപോലെ ഫേസ്ബുക്കിൻ്റെ ഞാൻ കാണിച്ച പോലെ റീൽസിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്കത് വൈറലാകും. ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ കുക്കിംഗ് കാണും, ട്രാവലിംഗ് കാണും. അതുപോലെ നമ്മൾ പല സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്, പള്ളിയിലും അമ്പലത്തിലും. അതുപോലെ ടൂറൊക്കെ പോകുമ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ട് പാട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. 5000 സബ്സ്ക്രൈബേഴ്സ് എത്രയും പെട്ടെന്ന് ആകുവാണെങ്കിൽ നമുക്ക് വരുമാനം കിട്ടും. 5000 സബ്സ്ക്രൈബേഴ്സ് വേണം. അതുകൊണ്ട് നമ്മൾ റീൽസ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ നല്ല വൈറലായ റീൽസാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ദിവസം 10, 200, 300 സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പം ചുമ്മാ ഇതിനകത്ത് ഭയങ്കര റിസ്ക് ഒന്നുമില്ല. നമ്മൾ മുഖം കാണിച്ച് പാട്ട് പാടുകയോ ഡാൻസ് കളിക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് വൈറലാകാൻ അല്ലെങ്കിൽ റീൽസ് ഇടണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള കണ്ടൻറ്റുകൾ മാക്സിമം ഇടാൻ നോക്കുക. വണ്ടിയിൽ പോയി ഒരു KSRTC ബസ്സിൽ പോകുന്ന ഒരു യാത്രയുടെ ഒരു വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ എടുക്കുക, ഒരു റാലിയുടെ വീഡിയോ. അങ്ങനെ പല വീഡിയോസ് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള വീഡിയോസ്, എന്തെങ്കിലും ഫംഗ്ഷൻ്റെ വീഡിയോ അങ്ങനെ ഇട്ടാൽ മതി. അങ്ങനെ ഇട്ട് ആൾക്കാർ കാണും. നല്ല വീഡിയോസ് അങ്ങനെയാണ് ഒത്തിരി ആൾക്കാർ വൈറലാകും. സ്റ്റേജിൽ പാട്ട് പാടിയൊരു വീഡിയോ എടുത്തിട്ടപ്പോഴത്തേനും അത് വൈറലാകും. അങ്ങനെ ഒത്തിരി വൈറലായ ആൾക്കാരുണ്ട്. അപ്പം നമുക്കും വൈറലാകാൻ വേണ്ടി അവസരമുണ്ട്. നമ്മളിത് മെനക്കെടാതിരിക്കരുത്. എല്ലാവരും മെനക്കെടണം. നമുക്ക് 5000 ഫോളോവേഴ്സിന് മേളിൽ കയറി കഴിഞ്ഞാൽ അന്ന് തൊട്ട് വരുമാനം കിട്ടാൻ തുടങ്ങും. യൂട്യൂബിനേക്കാളും ഇൻസ്റ്റാഗ്രാമിനേക്കാളും കൂടുതൽ വരുമാനം കൊടുക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. അതുകൊണ്ട് എല്ലാവരും ഓരോരോ റീൽസ് ഇടുക. ക്യാമറയുടെ മുന്നിൽ പോകേണ്ട കാര്യമില്ല.
നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ ഫോട്ടോ ആണെങ്കിലും ഇട്ടാൽ മതി. നല്ല നല്ല ഫോട്ടോസ്, നല്ല നല്ല സീനറിയുള്ള ഫോട്ടോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനും വ്യൂസ് കിട്ടും, അതിനും വരുമാനം കിട്ടും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എന്നും ഓരോ റീൽസ് വെച്ചിടുക, വൈറലാകുക, പൈസ വരുമാനം ഉണ്ടാക്കുക. ഇഷ്ടം പോലെ പൈസ നമുക്ക് ഫേസ്ബുക്ക് വഴി സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നതും വരെ ഗുഡ് ബൈ.